ഒരാവശ്യത്തിന് വിളിച്ചാൽ രണ്ടും ഫോൺ എടുക്കൂല. ടിക്കറ്റ് പിന്നെ എൻ്റെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ എത്തിയേ പറ്റുള്ളൂ. ഇവന്മാര് ഫോൺ എടുക്കുന്നതിനകത്ത് നിന്നാൽ എൻ്റെ സമയം പോകും. അതുകൊണ്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങി. ഞാൻ തിയേറ്ററിൽ എത്തിയപ്പം രോഹിത് അവിടെ ഉണ്ടായിരുന്നു. അവൻ വണ്ടി ഓടിക്കുന്നുണ്ടായിരിക്കും ഫോൺ എടുക്കാത്ത. അല്ലേലും പടം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ അവൻ വരുള്ളൂ. അവൻ്റെ വീടും തിയേറ്ററും തമ്മിൽ 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവനെ വെയിറ്റ് ചെയ്യുന്ന ആദ്യത്തെ സീനൊക്കെ മിസ്സാവെന്നും പറഞ്ഞ് ഞാനും രോഹിത്തും അകത്തോട്ട് കയറി. ഭാഗ്യത്തിന് നേരത്തെ കയറിയോണ്ട് ടൈറ്റിൽ കാർഡ് മിസ്സായില്ല. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവ എത്തി. എങ്ങനെയെങ്കിലും ഇന്റർവെല്ലായ മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. AC-യിൽ നിന്ന് തണുത്ത് പറഞ്ഞ് മൂത്രം ഒയ്യാൻ മുട്ടി കിട്ടുപോയി. പിന്നെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ സ്നാക്സ് ഓൻ്റെ ഫ്രണ്ടിൽ മൊത്തം ആള്. സാധാരണ ഇവിടുത്തെ വില കേട്ടിട്ട് ഇമാതിരി ഐറ്റമൊന്നും ഞാൻ മേടിക്കാത്തീണ്. പിന്നെ എന്തോ കഴിക്കാനൊരു മോഹം തോന്നിയിട്ടൊന്നും മേടിച്ചു. അകത്ത് കയറിയപ്പോഴും ഇന്റർവ്യൂല് കഴിഞ്ഞില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് മാത്രമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. സെക്കൻഡ് ഹാഫും വലിയ ഗുമ്മൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫ്ലാഷ് ബാക്ക് സീൻ അടിപൊളിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കുക. ഇനിയിപ്പോൾ എന്തൊരു പറഞ്ഞിട്ട് എന്തൊരു കാര്യം, ചെറുക്കൻ വലിയ എക്സ്പെക്ടേഷനിൽ വന്നതാണ്. ഫസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കിനിടയിൽ എങ്ങനെയെങ്കിലും തള്ളി പിടിച്ച് വണ്ടി എടുത്തെത്തി. പടം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 9 മണി കഴിഞ്ഞായിരുന്നു. BGM കളിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളവരോട് നിന്നില്ല. 9:30 കളി വിടാണ്. അതുകൊണ്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ച്